Vinita. First of all, I introduce the social science textbook. Social science has two parts, part 1 and part 2. Part 1 is history and part 2 was geography. In part 1, history has 11 lessons related to history, political science and sociology. Today I will take the first chapter in history, that is revolutions that influenced the world. Let's go with the chapter. Social Science Chapter 1, Revolutions that Influenced the World. There are 6 units in the part 1. The first chapter is Revolution that Influenced the World. There are major 5 revolutions in this chapter. We have to study that. A few lines from the poem Oru Udbodhanam by Kumaranachan can be seen on the plate in the picture. Freedom alone is nectar divine. Freedom is life itself. To a self-respecting people, slavery is more terrible than death. കുമാരനാശാൻ്റെ വരികളാണിത്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. സ്വാതന്ത്ര്യത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. നാം ഓരോരുത്തരും നിത്യജീവിതത്തിൽ എന്തെല്ലാം സ്വാതന്ത്ര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട്, എല്ലാ കാലത്തും എല്ലാ ഭാഗത്തും ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ എന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ കണ്ടെത്തുന്നത്. എല്ലാ ഭാഗത്തും സ്വാതന്ത്ര്യം ഇതുപോലെ അനുഭവിക്കാറുണ്ടോ, എങ്ങനെയാണ് ആ സ്വാതന്ത്ര്യം നേടിയെടുത്തത്, അതിനെന്തൊക്കെ സ്ട്രഗിൾസ് ആണ് ലോക ജനത കൈവരിച്ചത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. In several places, the common people did not have as much freedom as we have today. The people who were deprived of freedom had to fight for it. അതിനുവേണ്ടി അവരെന്ത് ചെയ്തിരുന്നു? ഫൈറ്റ് ചെയ്തിരുന്നു. Some adopted peaceful means, whereas others preferred armed rebellion. ചിലർ സമാധാനത്തിൻ്റെ പാതയിലുള്ള സമരങ്ങളും മറ്റു ചിലർ ആയുധങ്ങളേന്തിയ യുദ്ധങ്ങളും സമരങ്ങളുമായിരുന്നു അവർ അവലംബിച്ചിരുന്നത്. All these struggles tried to change the system that denied freedom and rights and to establish a new one. Therefore they are known as revolutions. What are revolutions എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് all these struggles. അതായത് ഇത്തരം തരത്തിൽ നടത്തുന്ന സമരങ്ങൾ, എല്ലാ സമരങ്ങളും എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? അവർക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടിയുള്ള ചെറിയ ചെറിയ സമരങ്ങളെയാണ് നമ്മൾ റെവല്യൂഷൻസ് എന്ന് പറയുന്നത്. The major factor that stimulated earlier revolutions was the Renaissance. റെനേസൻസിൻ്റെ നവോത്ഥാനത്തിൻ്റെ വരവോടുകൂടിയാണ് ഒരുപാട് സമരങ്ങൾക്ക് പ്രോത്സാഹനം ജനങ്ങൾക്ക് നൽകിയത്. അവർക്ക് സ്വാതന്ത്ര്യം വേണമെന്ന ആഗ്രഹങ്ങൾ ഉണ്ടാവാനുള്ള കാരണവും. Renaissance made significant changes in human thought, views, life. അതെന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം. താഴെ 2 പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഹ്യൂമനിസം, സയൻറ്റിഫിക് ടെമ്പർ. ഈ 2 പോയിൻറ്റ് കൂടി നമുക്കതിൽ എഴുതാം. ഫ്രീഡം, റൈറ്റ്സ്, ഇക്വാലിറ്റി, റെസ്പെക്റ്റ്, ഡെവലപ്മെൻറ്റ് ഓഫ് റീജിയണൽ ലാംഗ്വേജസ്. ഇതൊക്കെ ഇത്തരം ഫാക്ടേഴ്സാണ് അവരെ സമരത്തിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. These novel ideas motivated people to question irrational beliefs and traditions. The progress in the field of science brought about by the Renaissance gave birth to enlightenment in the 18th century. 18th centuryയിൽ ഉണ്ടായിരുന്ന enlightenment, ജ്ഞാനോദയം ഉണ്ടായി എല്ലാവർക്കും. അത് ഈ റിനൈസൻസിൻ്റെ കാരണം കൊണ്ടാണ്, നവോത്ഥാനത്തിൻ്റെ കാരണം കൊണ്ടാണ്, സയൻസിൻ്റെയും പുസ്തകങ്ങളുടെയും എഴുത്തുകളുടെയും വളർച്ച കൊണ്ടാണ് ജനങ്ങൾക്ക് ജ്ഞാനോദയം ഉണ്ടായത്. Thinkers of this movement propagated the ideas like freedom, democracy, equality and nationalism. ആ സമയത്തുള്ള തിങ്കേഴ്സ് ഈ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഫ്രീഡം, സ്വാതന്ത്ര്യം, ഡെമോക്രസി, ജനാധിപത്യം, ഇക്വാലിറ്റി ആൻഡ് നാഷണലിസം, സമത്വവും ദേശീയതയും. It encouraged the people in different parts of the world to protest against the autocratic system prevailing then. ആ സമയത്താണ് ഇതെല്ലാം കിട്ടിയപ്പോൾ തിങ്കേഴ്സ് അവരെ ഉത്ബോധിപ്പിച്ചപ്പോൾ, ജ്ഞാനോദയം ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞപ്പോൾ അവർ മനസ്സിലാക്കി സ്വാതന്ത്ര്യം വേണമെന്ന്. ഓട്ടോക്രാറ്റിക് സിസ്റ്റത്തിൽ നിന്നും അവർ രക്ഷപ്പെടാൻ വേണ്ടി അവർ സ്ട്രഗിൾ ചെയ്യണം, സമരം ചെയ്യണം എന്നവർക്ക് മനസ്സിലായി. ദീസ് പ്രൊട്ടസ്റ്റ് ഡെവലപ്ഡ് ഇൻ ടു റെവല്യൂഷൻസ് ഇൻ മെനി പ്ലേസസ്. അത് റെവല്യൂഷൻസിന് കാരണമായി. ലെറ്റ് us discuss some of these revolutions and their impact. The first revolution is the American War of Independence. അമേരിക്കയിൽ കുറച്ച് സ്ഥലങ്ങൾ, കോളനീസിൻ്റെ ഒരു ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടുള്ള വാറാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്.
ഒരു സ്ലോഗൻ അവിടെ കൊടുത്തിട്ടുണ്ട്, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ദിസ് വാസ് എ സ്ലോഗൻ ദാറ്റ് thundered along different parts of the North America in the second half of the 18th century. 18th centuryൻ്റെ ഒരു പകുതി ആയപ്പോൾ, രണ്ടാമത്തെ പകുതി ആയപ്പോഴത്തേക്കും വന്നിട്ടുള്ള ഒരു സ്ലോഗനാണ് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. വാട്ട് ഡിഡ് പീപ്പിൾ ഡിമാൻഡഡ് ത്രൂ ദിസ് സ്ലോഗൻ ഫ്രെയിംഡ് ബൈ ജെയിംസ് ഓട്ടിസ് ആണ് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ എന്ന സ്ലോഗൻ പുറപ്പെടുവിച്ചത്. ഈ സ്ലോഗനെതിരെ, അതായത് ഈ സ്ലോഗനിൽ ജനങ്ങൾ എന്തെല്ലാമാണ് ആവശ്യപ്പെട്ടത്? റെപ്രസെൻറ്റേഷൻ ഇൻ ഗവൺമെൻറ്റിൽ റെപ്രസെൻറ്റേഷൻ ആവശ്യമാണ്. അതുപോലെ തന്നെ അവർക്ക് നിർബന്ധിച്ച് നികുതി കൊടുക്കുന്നതിൽ നിന്ന്, അതായത് ടാക്സ് പേ ചെയ്യുന്നതിൽ നിന്ന് അവരെ ഒഴിവാക്കണം. നിർബന്ധിച്ച് ഒരാൾക്കും ടാക്സ് കൊടുക്കാൻ പാടില്ല. അത് നമ്മൾ എന്തെങ്കിലും അതിൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടെങ്കിൽ വി ഹാവ് പെയ്ഡ് ടാക്സ്. അതാണ് ആ സ്ലോഗൻ്റെ ലക്ഷ്യം. This slogan was raised by the people of America as part of powerful agitation. അവിടെ ഒരു പവർഫുൾ അജിറ്റേഷന് ഈ സ്ലോഗൻ ഒരു കാരണമായി. ലെറ്റ് us discuss the circumstances that led to the agitation. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നോക്കാം. From the 16th century, note that point, from the 16th century onwards, the Europeans began to migrate the North America. യൂറോപ്യൻസ് നോർത്ത് അമേരിക്കയുടെ കുറച്ച് ഭാഗങ്ങളിലേക്ക് കുടിയേറി പാർക്കാൻ പോയി, മൈഗ്രേറ്റ് ചെയ്ത് മാറി. The major aim of the migration was exploit the resources. ആ യൂറോപ്യൻസ് അമേരിക്കേൻ്റെ ഭാഗങ്ങളിലേക്ക് പോകുന്നത് അവിടുത്തെ റിസോഴ്സസിനെ മുഴുവൻ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിരുന്നു, നശിപ്പിക്കുക അല്ലെങ്കിൽ കൈയെടുക്കുക എന്നതിൻ്റെ ലക്ഷ്യത്തോടു കൂടി മാത്രമായിരുന്നു പോയിരുന്നത്. ബൈ ദ 18th century, അത് 18th century ആയപ്പോഴേക്കും, അണ്ടർലൈൻ ദാറ്റ് സെഞ്ചുറി, ഇംഗ്ലണ്ട് ഹാഡ് എസ്റ്റാബ്ലിഷ്ഡ് 13 colonies ഇൻ ദ ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് നോർത്ത് അമേരിക്ക. അവിടെ ഇംഗ്ലണ്ടുകാർ, അതായത് യൂറോപ്യൻസ് അവിടെ പോയിട്ട് 13 കോളനീസ് ഉണ്ടാക്കി. ക്യാൻ യു ലൊക്കേറ്റ് ഇൻ ദിസ് മാപ്പ്? നോക്കൂ, അതിൽ 13 കോളനീസ് ഉണ്ട്. ഫസ്റ്റ് നിങ്ങൾക്ക് കാണാം ന്യൂ ഹാംഷയർ, മസാച്യുസെറ്റ്സ്, റോഡ് ഐലൻഡ്, കണക്റ്റിക്കട്ട്, ന്യൂ ജേഴ്സി, ഡെലാവെയർ, വെർജീനിയ, മാരിലാൻഡ്, നോർത്ത് കരോലിന, സൗത്ത് കരോലിന, ജോർജിയ. വീണ്ടും ലെഫ്റ്റ് സൈഡ് മുകളിൽ ന്യൂയോർക്ക്, പെൻസിൽവാലിയ. കണ്ടോ, ഇത്രയും കോളനീസ് അവിടെ നോർത്ത് അമേരിക്കയിൽ അവർ യൂറോപ്യൻസിന് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. ഒബ്സർവ് ദ മാപ്പ് ആൻഡ് ലിസ്റ്റ് ഔട്ട് ദ 13th ബ്രിട്ടീഷ് കോളനീസ് ഇൻ നോർത്ത് അമേരിക്ക. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. The British treated the American colonies as centers of collecting raw materials for their industry and as market for selling their products. അവർ വിചാരിച്ച തങ്ങളുടെ എല്ലാ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ, അതായത് റോ മെറ്റീരിയൽസ് മുഴുവൻ ശേഖരിക്കാനുള്ള കേന്ദ്രവും അതുപോലെ ഉൽപ്പന്നങ്ങൾ, അവരുടെ എന്ത് പ്രോഡക്ട്സ് ഉണ്ടോ അത് മുഴുവൻ വിൽക്കുന്ന ഒരു മാർക്കറ്റായിട്ട് മാത്രമാണ് ആ കോളനികളെ അവർ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ദ പോളിസി ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ബ്രിട്ടീഷ് മെർച്ചൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദെയർ മദർലാൻഡ് ഇൻ ദ അമേരിക്കൻ കോളനീസ്. അവരുടെ മദർലാൻഡ് ആയിട്ടുള്ള ഇംഗ്ലണ്ടിൻ്റെ സഹായത്തിൽ അവിടുത്തെ എല്ലാ കച്ചവടക്കാരും അമേരിക്കൻ്റെ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം, അതായത് അവിടെ നടപ്പിലാക്കിയ ഈ ഒരു സിസ്റ്റത്തെ അവരെന്തു പറഞ്ഞു? മർക്കൻഡിലിസം എന്ന് വിളിച്ചു. അതായത് അവരുടെ അമേരിക്ക ഈ കോളനീസിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത ഈ നയത്തിനെ മുഴുവൻ അവർ പറഞ്ഞ പേരാണ് മെർക്കൻഡിലിസം. implemented by British merchants with the help of their motherland in the American colonies is known as mercantilism. As part of mercantilism, several laws were implemented in the British colonies. അവിടെ കുറച്ച് ലോസ് വന്നു. That was 5 laws, that is important laws, mercantilist laws. First one, the goods to earn from the colonies must be carried only British ships or ships built by British colonies. അവിടെ നിന്ന് എന്ത് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നത് അവരുടെ ബ്രിട്ടീഷുകാരുടെ കപ്പലിൽ മാത്രമായിരിക്കണം, അല്ലെങ്കിൽ അവരുടെ കോളനികളിൽ നിന്ന് മാത്രമായിരിക്കണം. താഴെ, ബ്രിട്ടീഷ് സ്റ്റാമ്പ് മസ്റ്റ് ബി അഫിക്സഡ് ഓൺ ഓൾ ദ ലീഗൽ ഡോക്യുമെൻറ്റ്സ്, ന്യൂസ് പേപ്പർ, പാംഫ്ലെറ്റ്സ്, ലൈസൻസ് എക്സെട്ര. എന്ത് നിയമസംഹിതകളുണ്ടോ, നമ്മൾ എന്ത് പ്രധാനപ്പെട്ട രേഖകളിലും അവരുടെ സ്റ്റാമ്പ് പതിക്കണമെന്നായിരുന്നു നിർബന്ധം. ഏറ്റവും താഴെ, ഇമ്പോർട്ട് ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ദ ഇമ്പോർട്ട് ഓഫ് ടീ, ഗ്ലാസ്, പേപ്പർ എക്സെട്ര. അതായത് അവിടെ നിന്ന് വരുന്നതിൽ ടാക്സ്, ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളായ ടീ, ഗ്ലാസ്, പേപ്പർ എന്നിവയിൽ കോളനി അവർ ഇറക്കുമതി, അതായത് ഇമ്പോർട്ട് ടാക്സ് ഏർപ്പെടുത്തി.
ഇറക്കുമതി ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന ടാക്സ് ഏർപ്പെടുത്തി. റൈറ്റ് സൈഡിൽ മുകളിൽ പ്രോഡക്ട്സ് ഓഫ് ദീസ് കോളനീസ് ലൈക്ക് ഷുഗർ, വൂൾ, കോട്ടൺ, ടൊബാക്കോ എക്സെട്ര കുഡ് ഓൺലി ബി എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട്. അവിടെ ഈ സാധനങ്ങളൊക്കെ വൂൾ, കോട്ടൺ, ടൊബാക്കോ, ഷുഗറൊക്കെ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ എക്സ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന നിയമം കൊണ്ടുവന്നു. കോളനീസ് must provide food and quarters for the British troops which were maintained the colonies. കോളനിയിലെ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ എല്ലാ സൈന്യത്തിനും താമസ സ്ഥലം ഒരുക്കി കൊടുക്കുക, അത്യാവശ്യ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയൊക്കെ കോളനിക്കാർ നിർബന്ധപൂർവ്വം ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഇതൊക്കെയാണ് മെർക്കന്റിലിസ്റ്റ് ലോസ്. The ideologies of some thinkers also stimulated the people of the colonies to fight against the exploitative laws of the British. Let us familiarize with those thinkers and their ideologies. ഈ ഇംഗ്ലീഷുകാരുടെ ചൂഷണങ്ങൾ നിയമങ്ങൾക്കെതിരായിട്ട് പോരാടാൻ ചില ചിന്തകരുടെ ആശയങ്ങളാണ് കോളനിക്കാർക്ക് പ്രചോദനം നൽകിയത്. അതാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ ജോൺ ലോക്ക്, ദെൻ തോമസ് പെയിൻ. ജോൺ ലോക്ക്: everyone has some fundamental rights, no government has the right to suspend them. മനുഷ്യന് ചില മൗലിക അവകാശങ്ങൾ, അതായത് കുറച്ച് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്, അതിനെ തകർക്കാനായിട്ട് ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ദെൻ തോമസ് പെയിൻ: there is something absurd in supposing a continent, North America, be perpetually governed by a foreign power, England. ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക്, അതായത് ഒരു ഫോറിൻ പവറിന് ഈ വടക്കേ അമേരിക്ക, അതായത് നോർത്ത് അമേരിക്ക എന്ന് പറയുന്ന കോണ്ടിനെൻറ്റിന് ദീർഘകാലം കീഴടക്കി വയ്ക്കുക എന്നത് ഒരു ലോജിക്കായിട്ടുള്ളൊരു കാര്യമല്ല, യുക്തിക്ക് നിരക്കുന്ന കാര്യമല്ല. ഇങ്ങനെ രണ്ട് തിങ്കേഴ്സ്, അതായത് തോമസ് പെയിനും ജോൺ ലോക്കും പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അവിടുത്തെ ജനങ്ങളെ പ്രചോദനം കൊടുത്തു, അവർ സ്ട്രഗിൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. The entire continent assemblies. The delegates of all the colonies except Georgia met at Philadelphia in 1774. Underline 1774. Underline that sentence. ഇംഗ്ലണ്ട് അടിച്ചേൽപ്പിച്ച എല്ലാ നയങ്ങൾക്കും നിയമങ്ങൾക്കും എതിരെ പ്രതികരിക്കാനായിട്ട് ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ ലീഡേഴ്സ് ഫിലാഡൽഫിയയിൽ അവരൊരു ഗ്രൂപ്പ് കൂടി അവരൊരു സമ്മേളനം നടത്തി. It is known as the First Continental Congress. Subsequently, people of the colony submitted a petition to the King of England. അവരവിടുന്ന് ഒരു പെറ്റീഷൻ കൊടുത്തു. They demanded the revocation of the regulations enforced on industry and commerce and not to impose tax without the approval of the people. വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള എല്ലാ നിയന്ത്രണങ്ങൾ നീക്കാനും അംഗീകാരമില്ലാത്ത നികുതി ടാക്സ് അവരുടെ മേലെ ഇമ്പോസ് ചെയ്യരുതും എന്നൊക്കെ ആവശ്യപ്പെട്ട് കോളനിയിലുള്ള എല്ലാ ആൾക്കാരും ഇംഗ്ലണ്ടിലെ കിങ്ങിന് ഒരു പെറ്റീഷൻ നൽകി. എന്നാൽ രാജാവ് ജനങ്ങളെ അടിച്ചമർത്താനായി സൈന്യത്തെ അയച്ചു. അതായത് ആ സമയത്ത് ബട്ട് ദ കിങ് സെൻഡ് മിലിറ്ററി ഫോഴ്സ് ടു സപ്രസ് ദ പീപ്പിൾ. ദിസ് ലെഡ് ടു ദ വാർ ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് ദ കോളനീസ്. ഇത് രാജാവ് അവിടെ നിന്ന് അവരെ അടിച്ചമർത്താൻ ആളെ വിട്ടു കഴിഞ്ഞപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്തു? തിരിച്ച് പ്രതികരിക്കാൻ തുടങ്ങി. അവിടെ എന്തായി? സമരം തുടങ്ങി, ഒരു വാർ സ്റ്റാർട്ട് ചെയ്തു. ആരൊക്കെയായിട്ട്? ഇംഗ്ലണ്ടും കോളനീസുമായിട്ട്. ദ സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് held at Philadelphia in 1775. അതും അണ്ടർലൈൻ ചെയ്യുക, 1775. രണ്ടാമത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് അവിടെ ഫിലാഡൽഫിയയിൽ തുടങ്ങിയത് 1775 ഇലക്റ്റഡ് ജോർജ് വാഷിങ്ടൺ ആസ് ദ കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ കോണ്ടിനെൻ്റൽ ആർമി. അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി, അവിടുത്തെ കമാൻഡറായിട്ടിരുന്ന ജോർജ് വാഷിങ്ടണിനെയാണ് അവർ തിരഞ്ഞെടുത്തത്. ഡ്യൂറിങ് ദിസ് ടൈം ത്രൂ ദ പാംഫ്ലെറ്റ് ടൈറ്റിൽഡ് കോമൺ സെൻസ്, തോമസ് പെയിൻ ഡിക്ലെയർഡ് ദാറ്റ് ഇറ്റ് വാസ് വൈസ് ഫോർ ദ അമേരിക്കൻസ് ടു ബ്രേക്ക് ദ ടൈസ് വിത്ത് ബ്രിട്ടൻ. The American Continental Congress issued the famous Declaration of Independence on 4th July 1776. Underline that sentence. The declaration was prepared by Thomas Jefferson and Benjamin Franklin. കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണെന്ന് നമ്മുടെ അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തിയെന്ന് പ്രഖ്യാപിച്ചു. 1976 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് നേടിയെടുത്തു എന്നൊരു പ്രഖ്യാപനം നടത്തി. തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവരെ തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ ഒരു ഭാഗമാണ് അവിടെ നൽകിയിട്ടുള്ളത്. ഒരു ഡിക്ലറേഷൻ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാം, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം.
Regarding human rights and freedom, what can you find in this declaration? മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ഓൾ ആർ ഈക്വൽ, എവറി വൺ ഹാസ് സർട്ടൈൻ റൈറ്റ്സ്. എല്ലാവരും തുല്യരാണ്, എല്ലാവർക്കും ചില അവകാശങ്ങളുണ്ടെന്ന് ആ ഡിക്ലറേഷനിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. The war between England and colonies in the North America that began with the Declaration of Freedom ended in 1781. അണ്ടർലൈൻ ചെയ്യുക സെൻറ്റൻസ്. ആ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം 1781 അവസാനിച്ചു. അക്കോർഡിംഗ് ടു ദ ട്രീറ്റി ഓഫ് പാരീസ് ഇൻ 1783 അണ്ടർലൈൻ. പാരീസിൻ്റെ ട്രീറ്റി ഓഫ് പാരീസ് 1783. ഇംഗ്ലണ്ട് റെക്ടിഫൈഡ് ദ ഫ്രീഡം ഓഫ് ദ 13 കോളനീസ്. ഇംഗ്ലണ്ട് 13 കോളനികളുടെയും സ്വാതന്ത്ര്യം അംഗീകരിച്ചു. ദ കോൺസ്റ്റിറ്റ്യൂഷൻ കൺവെൻഷൻ ഹെൽഡ് അറ്റ് ഫിലാഡൽഫിയ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കക്കായി ഒരു ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കി. ജോർജ് വാഷിംഗ്ടൺ ബിക്കേം ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ജോർജ് വാഷിംഗ്ടൺ ആദ്യത്തെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഫോംഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ. പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ ഉണ്ടാക്കിയെടുത്തു. ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ട്രാൻസ്ഫോംഡ് ദ സിസ്റ്റം എക്സിസ്റ്റഡ് ദിയർ. ഇറ്റ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ദ ലേറ്റർ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് ഡിഫറെൻറ്റ് വേസ്. ഈ അമേരിക്കയ്ക്ക് കിട്ടിയ സ്വാതന്ത്ര്യം മറ്റു പല സ്ഥലങ്ങളിലും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിലേക്ക് അവരെ തിരിക്കാൻ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തി. Gave direction and motivation to the later freedom struggles and revolutions all over the world. പിൽക്കാലം എല്ലാ സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ഒരു ലക്ഷ്യബോധവും നൽകി. Put forward the concept of republican from the government. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. Prepared the first written constitution. ആ സമയത്ത് എല്ലാവർക്കും ആദ്യമായിട്ട് എഴുതപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി. Contributed to the concept of federal system that ensured freedom and authority of states in the union. സംസ്ഥാനങ്ങൾക്ക് സ്റ്റേറ്റ്സിന് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ സംവിധാനം, ഫെഡറൽ സിസ്റ്റം എന്ന ആശയം ലോകത്തിന് നൽകി. Prepare a note on the ideologies of American War of Independence that are influenced in the Constitution of India. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് വെച്ച ഏതെല്ലാം ആശയങ്ങൾ ഇന്ത്യയുടെ ഭരണഘടനയിൽ കാണാൻ കഴിയും അന്വേഷിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക. I'll give you an activity. Prepare a digital timeline on the various events related to the American War of Independence. നമുക്ക് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടക്കുമ്പോൾ കുറേ വർഷങ്ങൾ നമ്മൾ പഠിച്ചു. ആ ടൈം ലൈൻ വെച്ച് ആ കാര്യങ്ങളെല്ലാം ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്ത് എഴുതുക. ഒരു ടൈം ലൈൻ തയ്യാറാക്കുക. അതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 1774 മുതൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു. അതിലെപ്പോഴാണ് സ്വാതന്ത്ര്യം നമുക്ക് അമേരിക്കയ്ക്ക് കിട്ടിയത്? 1783. അതുവരെയുള്ള ഒരു ടൈം ലൈൻ പ്രിപ്പയർ ചെയ്യാം. ദാറ്റ് ഇസ് ദ ആക്ടിവിറ്റി. താങ്ക് യു.